ലോകകപ്പിലെ സെഞ്ചുറി അത് ഏതൊരു ബാറ്ററുടെ സ്വപ്നമാണ്. 2020 ലോകകപ്പിൽ അപൂർവമാണത്. പക്ഷേ ഇത്തവണ 2020 ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ കാണുന്നത് സെഞ്ചുറി വേട്ടയാണ്. ട്വന്റി ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി എന്നത് ഏതൊരു ബാറ്ററുടെയും സ്വപ്നമാണ്. 120 പന്തുകൾ മാത്രം ദൈർഘ്യമുള്ള മത്സരത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്ത് 3 അക്കം തികയ്ക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ 2026 ലോകകപ്പ് സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത ബാറ്റിംഗ് വിസ്മയമാണ്. ചരിത്രത്തിലാദ്യമായി ഒരു ലോകകപ്പിൽ 3 സെഞ്ചുറികൾ. ലോകകപ്പ് ചരിത്രത്തിലെ ബാറ്റിംഗ് റെക്കോർഡുകൾ 3 യുവതാരങ്ങൾ ചേർന്ന് തിരുത്തി കുറിച്ചിരിക്കുന്നു. ഈ ലോകകപ്പിൽ സെഞ്ചുറി വേട്ടയ്ക്ക് തുടക്കമിട്ടത് ശ്രീലങ്കൻ താരം പതും നിസംഗ. കരുത്തരായ ഓസ്ട്രേലിയയുടെ ബോളിംഗ് നിരയ്ക്ക് മുകളിൽ നിസംഗ നടത്തിയത് ബാറ്റിംഗ് വെടിക്കെട്ട്. ഓസീസ് ബൗളർമാരെ മൈതാനത്തിന്റെ എല്ലാ കോണിലേക്കും പായിച്ചപ്പോൾ 52 പന്തിൽ നിസംഗ 100-ലെത്തി. നിസംഗയ്ക്ക് തൊട്ടു പിന്നാലെ അസോസിയേറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ ലോകകപ്പ് സെഞ്ചുറിയുമായി കാനഡയുടെ യുവതാരം യുവരാജ് സംറ ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചു. കരുത്തരായ ന്യൂസിലൻഡിനെതിരെ യുവരാജ് കുറിച്ചത് ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ്. 58 പന്തിൽ 100-ലെത്തിയ യുവരാജ് അടിച്ചെടുത്തത് 65 പന്തിൽ 110 റൺസ്. നിർണായക മത്സരത്തിൽ നമീബിയക്കെതിരെ ഫർഹാൻ പാകിസ്ഥാനായി പുറത്തെടുത്തത് തകർപ്പൻ പ്രകടനം. ഓപ്പണറായി ഇറങ്ങിയ ഫർഹാൻ 58 പന്തിൽ 100 റൺസുമായി പുറത്താകാതെ നിന്നതോടെ പാകിസ്ഥാൻ സൂപ്പർ 8-ൽ കടന്നു. ഫർഹാന്റെ സെഞ്ചുറിയോടെ 2020 ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായി 3 സെഞ്ചുറികൾ പിറന്ന സീസൺ എന്ന ഖ്യാതി 2026 ലോകകപ്പിന്റെ പേരിലായി. ക്രിസ് ഗെയിലും സുരേഷ് റെയ്നയും മഹേല ജയവർദ്ധനെയും വാണിരുന്ന ലോകകപ്പ് സെഞ്ചുറി പട്ടികയിലേക്കാണ് ഈ 3 യുവതാരങ്ങൾ തങ്ങളുടെ പേരും എഴുതി ചേർത്തത്. കേവലം ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും തളരാത്ത പോരാട്ട വീര്യവും കൊണ്ടാണ് നേട്ടം കൈവരിച്ചത്. സൂപ്പർ 8 അടക്കമുള്ള നിർണായക പോരാട്ടങ്ങൾ ബാക്കി നിൽക്കെ സെഞ്ചുറികൾ 3-ൽ ഒതുങ്ങിയേക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.